കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയ നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 15-ാം വാക്യം. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. നിറഞ്ഞവരെ, ഈ ഒരു വചനത്തിൽ സൗഖ്യത്തിൻ്റെ മനോഹരമായ വഴികൾ ഈശോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞ് ധ്യാനിക്കുന്നത് വളരെ ഉചിതമാണ്. ദിവ്യകാരുണ്യയുടെ മുമ്പിൽ നമുക്ക് ധ്യാനിക്കാം. ഈശോ പറഞ്ഞു തരുന്ന വഴികൾ ഇതാണ്. കണ്ണുകൊണ്ട് കണ്ട്, തിരുവചനം ഞാൻ കണ്ട് വായിക്കാൻ ആരംഭിക്കുമ്പോൾ അത് എൻ്റെ ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകുന്ന അവസ്ഥ സംജാതമാകും. രണ്ടാമത്, കാതുകൊണ്ട് കേട്ട്, തിരുവചനം ഞാൻ ശ്രവിക്കുമ്പോൾ അത് ഉള്ളിൽ നിറയുമ്പോൾ അത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകും. മൂന്നാമത്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി, തിരുവചനം ഞാൻ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും. ഹൃദയം കൊണ്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഹൃദ്യസ്ഥമാക്കുക, മനഃപ്പാഠമാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നിടത്തെല്ലാം സൗഖ്യദായകമായ വചനമായത് മാറുന്നു. നാലാമത്, മാനസാന്തരപ്പെടുകയും ചെയ്താൽ. നാലാമത്, തിരുവചനം കണ്ട് കേട്ട് മനസ്സിലാക്കി മാനസാന്തരത്തിൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ജീവിതത്തെ നയിക്കുമ്പോൾ പരിപൂർണമായ സമഗ്രമായ സൗഖ്യം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം സ്വന്തമാകുന്നു. ഈ സൗഖ്യം സ്വന്തമാകുന്നതിനെതിരെയുള്ള പ്രവൃത്തിയാണ് ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യം കടന്നു വരുന്നിടത്ത് സൗഖ്യം നമുക്ക് ലഭ്യമല്ല. സൗഖ്യം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മാത്രം ഒരു സൗഖ്യമല്ല. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഭാഗമാണ്. മനസ്സിൻ്റെ ഒരു സൗഖ്യത്തിൻ്റെ ഭാഗമാണ്. ആത്മാവിലുള്ള ബന്ധനങ്ങളെയെല്ലാം തന്നെ എടുത്തു മാറ്റുന്നത് ആത്മാവിൻ്റെ സൗഖ്യമാണ്. അപ്പോൾ ഒരു സമഗ്രമായ സൗഖ്യത്തിലേക്കാണ് ഈശോനാഥൻ നമ്മെ വിളിക്കുന്നത്. അതിന് നമ്മെ സഹായിക്കുന്നതോ തിരുവചനം കാണുക, അതുവഴി വായിക്കുക, തിരുവചനം കേൾക്കുക, ഉള്ളിൽ നിറയ്ക്കുക, തിരുവചനം ഹൃദയത്തിൽ മനസ്സിലാക്കുക, ഹൃദ്യസ്ഥമാക്കുക, മനഃപ്പാഠമാക്കുക, തിരുവചനം വഴി മാനസാന്തരത്തിലേക്ക് ജീവിതത്തെ നയിക്കുക. അതെല്ലാം സൗഖ്യത്തിൻ്റെ വഴികളായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഹൃദയകാഠിന്യം എടുത്തു മാറ്റി ഈശോ പറഞ്ഞു തരുന്ന സൗഖ്യത്തിൻ്റെ ഈ വഴികളെ ധ്യാനിച്ചുകൊണ്ട് ഒരു സമഗ്രമായ സൗഖ്യം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം സ്വന്തമാക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ഒരു നിമിഷം ദിവ്യകാരുണ്യയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ വചനത്തിലൂടെ സമഗ്രമായ സൗഖ്യം സ്വന്തമാക്കുന്ന മക്കളായ ഞങ്ങളേവരും മാറട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വചനത്തിലേക്ക് പൂർണ്ണമായും അർപ്പിക്കുവാൻ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി, മാനസാന്തരപ്പെട്ട് സമഗ്രമായ സൗഖ്യം സ്വന്തമാക്കി ഹൃദയകാഠിന്യമെന്ന തിന്മയെ ഞങ്ങളുടെ ജീവിതത്തിന് പരിപൂർണമായും പിഴുതു കളഞ്ഞുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹവും കൃപയും സന്തോഷവും നന്മയും സൗഖ്യവും സ്വന്തമാക്കുന്ന മക്കളായി ഞങ്ങളേവരും മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹൃദയ നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. അരികിലരികിൽ നാഥനരികിൽ ഞാനിരുന്നിടും. അതുല സ്നേഹം ഒഴിയുമ
തിരുമൊഴികൾ കേട്ടിടും ഹൃദയ കോവിലിരുന്നു നാഥൻ വന്നിടും നേരം ഹൃദയ നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.